ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നത്തെയും പോലെ ഇന്നും ഞാൻ ഓൾമോസ്റ്റ് ഒരു 5-6ഓളം കമ്പനീസിൻ്റെ 15-20-30ഓളം വേക്കൻസി ആയിട്ട് ഞാൻ ഇന്നും വന്നേക്കുന്നത്. ഞാൻ ഡീറ്റെയിൽസ് പറയാം. അതിന് മുമ്പായിട്ട് ഞാൻ പറയാം, ഈ ദുബായിൽ ജോബ് നോക്കുന്നവരായിക്കോട്ടെ, ഇന്ത്യയിൽ നിന്ന് ജോബ് നോക്കുന്നവരായിക്കോട്ടെ, ദുബായിൽ വിസിറ്റിങ്ങിൽ പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ദുബായിൽ നിന്ന് ജോബ് മാറിക്കയറാൻ നോക്കുന്നവർക്കാണെങ്കിലും ഒക്കെ പറ്റിയ അവസരങ്ങളായിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ എല്ലാ പ്രാവശ്യം വരുന്നത്. അത് ഒന്നും കൂടി പറയാം, ദുബായിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ദുബായിൽ നിന്ന് ജോബ് ചെയ്തുകൊണ്ട് വേറെ ജോബ് മാറിക്കിടുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ജോബിന് വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് ജോബ് നോക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് കേരളത്തിൽ നിന്നുകൊണ്ട് ജോബ് നോക്കുന്നവർക്കായിക്കോട്ടെ, എല്ലാവർക്കും പറ്റിയൊരു അവസരമാണ് എൻ്റെ ഈ വീഡിയോസിൽ വഴി, എൻ്റെ എല്ലാ വീഡിയോയും വഴി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകും, അത് നീടുന്നില്ല. ദെഹ്റാൻ മൾട്ടിനാഷണൽ സ്കൂളിലേക്ക് ഹോം ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ടീച്ചർ അല്ലെങ്കിൽ ബിഹേവിയർ സ്പെഷ്യലിസ്റ്റ്, പിന്നെ PE സ്വിമ്മിംഗ് ടീച്ചർ, അറബിക് ടീച്ചർ, ഇസ്ലാമിക് ടീച്ചർ, പിന്നെ സ്റ്റുഡൻറ്റ് കൗൺസിലർ. ഈ അറബിക്ക് ഇസ്ലാമിക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ഏത് നാഷണാലിറ്റിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ജോബ് വേക്കൻസീസ് ആണ്. അപ്പം അപ്ലൈ ചെയ്യേണ്ടത് MNSD_HRAN.net എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. മെയിൽ ഐഡിയും വേക്കൻസിയും അതുപോലെ തന്നെ കമ്പനി ഡീറ്റെയിൽ ഞാൻ എൻ്റെ സ്ക്രീനിലും എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെ ഈ സ്കൂൾ വരുന്നത് സൗദിയിലാണ്, സൗദി അറേബ്യയിൽ ദെഹ്റാൻ എന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂളാണിത്. പിന്നെ വരുന്നതാണ് പ്ലാം ബീച്ച് റിസോർട്ടിലേക്ക്, ദുബായിലുള്ള പ്ലാം ബീച്ച് റിസോർട്ടിലേക്ക് ഹെഡ് ഷെഫ്, വെയിറ്റർ, റൂം അറ്റൻഡൻറ്റ്, പിന്നെ പേസ്ട്രി അല്ലെങ്കിൽ ബേക്കറി ഷെഫിൻ്റെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, സാറ് ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ വേക്കൻസീസ് അവൈലബിൾ ആണോ എന്ന് ഇടുക. അപ്പം അതനുസരിച്ചാണ് വെയിറ്റേഴ്സിൻ്റെ, നമ്മുടെ F&B സർവീസ് അസോസിയേറ്റ്സിൻ്റെ വേക്കൻസീസ്, റൂം അറ്റൻഡൻറ്റ്, ഹൗസ് കീപ്പിംഗ് അസോസിയേറ്റ്സിൻ്റെ വേക്കൻസീസ്, പിന്നെ ഷെഫുമാരുടെ വേക്കൻസീസ്, പേസ്ട്രി, ബേക്കറി, അങ്ങനെ ഓൾമോസ്റ്റ് 5-6ഓളം വേക്കൻസീസ്. ഇതിൽ ഒറ്റ പൊസിഷൻ മാത്രമല്ല, ഈ പേസ്ട്രി ഷെഫായിട്ട് 2-3 വേക്കൻസീസ്, അല്ലെങ്കിൽ GSA ഹൗസ് കീപ്പിംഗിൽ, അതായത് റൂം അറ്റൻഡൻറ്റിന് 2-3 വേക്കൻസീസ്, വെയിറ്ററിന് 4-5ഓളം വേക്കൻസീസ്, അങ്ങനെ ഒരു 10-15ഓളം വേക്കൻസീസ് ആയിട്ടാണ് പ്ലാം ബീച്ച് റിസോർട്ടിലേക്ക് വന്നേക്കുന്നത്. അപ്പം മെയിൽ അയക്കേണ്ടത് PlamHRM@PlamBeachUAQ.com എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ HR@PlamBeachUAQ.com എന്ന് പറയുന്ന 2 മെയിൽ ഐഡി ഉണ്ട്. 2 മെയിൽ ഐഡിക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് OMR24 ഡെവലപ്മെൻറ്റ്സിലേക്ക് ഒരു ഡ്രൈവറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. എന്നോട് കുറേ പേര് ചോദിച്ചാണ്, സാർ ദുബായിൽ ഡ്രൈവറിൻ്റെ വേക്കൻസീസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ OMR24 ഡെവലപ്മെൻറ്റ്സിലേക്ക് ഒരു ഡ്രൈവറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 1 അല്ല 2-3 വേക്കൻസീസ് വന്നിട്ടുണ്ട് ഡ്രൈവറിൻ്റെ. അപ്പോൾ മെയിൽ അയക്കേണ്ടത് HR@OMR24.com എന്ന് പറയുന്ന അവരുടെ മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. അവർ സാലറി, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഓവർ ടൈം, പെയ്ഡ് അലവൻസ് ബേസ്ഡ് ഓൺ UAE ലേബർ ഫോഴ്സ്, പിന്നെ വിസ, മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ OMR24 എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ്സ്. പിന്നെ വരുന്ന വേക്കൻസീസ് ആണ് ഗോൾസ് ഹെഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് ഒരു ഗ്രാഫിക് ഡിസൈനറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. എന്നോട് ഇതും കുറേ പേര് ചോദിച്ചാണ്, സാർ ഗ്രാഫിക് ഡിസൈനറിൻ്റെ വേക്കൻസി ദുബായിൽ അവൈലബിൾ ആണോ എന്നൊക്കെയുള്ളത്. അപ്പം ഒരു ഗ്രാഫിക് ഡിസൈനറിൻ്റെ വേക്കൻസി ഗോൾഡ്സ് ഹെഫിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. മെയിൽ അയക്കേണ്ടത് HR@goldshef.com.UAE എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് പെർക്ലാക്സ് എക്സ്പ്രസ് കാർഗോയിലേക്ക്, അതായത് UAEയിലെ വൺ ഓഫ് ദി ഗ്രോയിങ് കാർഗോ ഇൻഡസ്ട്രിയാണ്, എയർലൈൻ കാർഗോ ഇൻഡസ്ട്രിയാണ്. അതിലേക്കൊരു കാർഗോ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ മെയിൽ അയക്കേണ്ടത് HR@pearlsaccesscargo@gmail.com എന്ന് പറയുന്ന അവരുടെ മെയിൽ ഐഡിക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. അപ്പോൾ ഇനിയും കൂടുതൽ വേക്കൻസീസും കൂടുതൽ ബയോഡാറ്റ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. വേക്കൻസീസും കമ്പനി ഡീറ്റെയിൽസും അവരുടെ മെയിൽ ഐഡീസും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, മെയിൽ അയക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണ് അയക്കുന്നത് എന്ന് വെക്കുക. അതായത് ഞാനിപ്പം ഈ സെയിൽസ് കാർഗോ എന്ന് പറഞ്ഞപ്പോൾ ഇനി കാർഗോ സെയിൽസ് എക്സിക്യൂട്ടീവിലേക്കാണ് ഞാൻ ജോബ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ CV to the പൊസിഷൻ ഓഫ് കാർഗോ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് തന്നെ സ്പെഷ്യലി മെൻഷൻ ചെയ്തേക്കണം. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചർ, ഹോം ടീച്ചറൊക്കെ ആണെങ്കിൽ CV to the പൊസിഷൻ ഓഫ് ഹോം ടീച്ചർ, അല്ലെങ്കിൽ CV to the പൊസിഷൻ ഹോം ടീച്ചർ, അല്ലെങ്കിൽ സ്കൂൾ ഇംഗ്ലീഷ് ടീച്ചർ, മാത്സ് ടീച്ചർ, അങ്ങനെ സ്പെഷ്യലി മെൻഷൻ ചെയ്ത് അയക്കുക. അത് കഴിഞ്ഞിട്ട് ബോഡിയിലേക്ക് വരുമ്പോൾ ചെറിയ ബ്രീഫ് നിങ്ങളെ പറ്റി. മൈസെൽഫ് ഐ ഹാവ് ദിസ് മച്ച് ഓഫ് എക്സ്പീരിയൻസ്, ഐ വർക്ക് ഇൻ ദിസ് പ്രോപ്പർട്ടീസ് ബിഫോർ, ഐ വർക്ക് ഇൻ ദിസ് സ്കൂൾ ബിഫോർ, ഐ ഇൻട്രസ്റ്റഡ് ടു വർക്ക് ഇൻ യുവർ സ്കൂൾ ടു ഗ്രോ മൈ കരിയർ ആൻഡ് ബിൽഡ് യുവർ സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെപ്പറ്റി ചെറിയൊരു ബ്രീഫ്
എത്ര ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അങ്ങനെയൊക്കെ ഉള്ള ഒന്ന് ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ മെയിൽ അയക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും അപ്ലൈ ചെയ്യുക, എല്ലാവർക്കും ജോബ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ, സൈനിങ് ഓഫ് ഈഗിൾ എസ്റ്റേറ്റ് ജോബ്. പുതിയ വേക്കൻസീസും പുതിയ മെയിൽ ഐ ഡീസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, സൈനിങ് ഓഫ് ഈഗിൾ എസ്റ്റേറ്റ് ജോബ്സ്. സ്റ്റേ ട്യൂൺഡ്.